ഒരു ബിസിനസ് സ്ഥാപനം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. പണ്ട് കാലങ്ങളിൽ അക്കൗണ്ടിങ്ങിന് പകരം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബുക്ക് കീപ്പിംഗ്. ഈ ബുക്ക് കീപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു കടയുണ്ടെന്ന് വിചാരിക്കുക, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്ന ഇടപാടുകളെല്ലാം രേഖപ്പെടുത്തി വെക്കുക. ഇപ്പോൾ 1000 രൂപയുടെ ഒരു സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ 1000 രൂപയുടെ സെയിൽ നടന്നു, അങ്ങനെ അത് മാത്രം എഴുതി വെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് രാജു എന്ന് പറഞ്ഞ ആൾക്ക് 1000 രൂപയുടെ ഗുഡ്സ് വിറ്റു, അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഒരു കടയിൽ നിന്നും 10,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു, വാങ്ങിച്ച് നമ്മുടെ കടയിലോട്ട് വാങ്ങിച്ചു. രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ ആ ഒരു ഇടപാട്, അതിനെ ആ ഇടപാടായി തന്നെ എഴുതുന്നതിനെയാണ് ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി പിന്നീട് കാലങ്ങൾ മാറി, വ്യവസായങ്ങളെല്ലാം വളർന്നു, ഒരുപാട് ഡിസിഷൻ മേക്കിങ്ങിനും മറ്റും ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്താണ് പ്രൊഫഷണലായിട്ട് ഒരു അക്കൗണ്ടിങ് രേഖപ്പെടുത്തേണ്ടതിൻ്റെ ഒരാവശ്യം പിന്നീട് അതിന് ശേഷമാണ് വന്നത്, ഈ വ്യവസായങ്ങളുടെ വളർച്ച വന്നതിന് ശേഷം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കച്ചവടത്തിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ലാഭം കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പഠിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷനെ, ഒരു ഇടപാടിനെ രേഖപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇനി അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്ന ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട, അതായത് എക്കണോമിക് ഇവൻറ്റിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എക്കണോമിക് ആക്ടിവിറ്റീസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഇടപാടുകൾ നടക്കുന്നുണ്ട്. അതിനകത്ത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഇടപാടുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ 1000 രൂപയുടെ സെയിൽസ് നടന്നു, അതൊരു എക്കണോമിക് ട്രാൻസാക്ഷനാണ്. അല്ലെങ്കിൽ 10,000 രൂപയുടെ പർച്ചേസ് ചെയ്തു, ഒരു എക്കണോമിക് ട്രാൻസാക്ഷനാണ്. 5,000 രൂപ ശമ്പളം കൊടുത്തു, സാലറി 5,000, ഒരു എക്കണോമിക് ട്രാൻസാക്ഷനാണ്. ഒരു മാനേജർ അദ്ദേഹത്തിൻ്റെ നല്ലൊരു പെർഫോമൻസ് ഒരു മാസം കാഴ്ചവെച്ചു, ഒരു മാനേജർ. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും കൂടെ അഭിനന്ദിച്ചു. അതിന് യാതൊരു തരത്തിലുള്ളൊരു പൈസ മുടക്കവും ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ അതൊരു നോൺ എക്കണോമിക് ഇവൻ്റാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകളെയും തിരിച്ചറിയുകയും അതിനെ രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു സ്ഥാപനത്തിൽ 2 രീതിയിലുള്ള ഇടപാടുകൾ നടക്കും. എക്കണോമിക് ആക്ടിവിറ്റി നടക്കും, നോൺ എക്കണോമിക് ആക്ടിവിറ്റി നടക്കും. എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. പൈസയുമായിട്ട് ബന്ധമില്ലാത്ത ഇടപാടുകളെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കമ്പനിയിലുള്ള ഒരു സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു, അല്ലെങ്കിൽ ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് എല്ലാവരും ഒന്ന് കൈയടിച്ചു. ഇതൊന്നും എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് വരില്ല. ഇതൊന്നും നമ്മൾ അക്കൗണ്ടിങ് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. 6/6/2020 മാനേജറുടെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നും പറഞ്ഞ് നമ്മൾ അക്കൗണ്ടിങ് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മൾ അക്കൗണ്ടിങ് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇടപാടുകളെയും തിരിച്ചറിയുകയും അതുമാത്രമാണ് നമ്മൾ അക്കൗണ്ടിങ് ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടത്. നമ്മൾ ആ ഡെഫിനേഷൻ നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിൽ വെക്കുക. എല്ലാ ട്രാൻസാക്ഷനും അറ്റ്ലീസ്റ്റ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു രൂപയിലും ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 1 രൂപയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാണ് നമ്മൾ അക്കൗണ്ടിങ് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആ ഡെഫിനേഷനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം തന്നെ ഈ പറഞ്ഞേക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീനെ തിരിച്ചറിയുക. ഈ പറഞ്ഞേക്കുന്ന ഫിനാൻഷ്യൽ ക്യാരക്ടർ, അക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും തിരിച്ചറിയുക, അതിനെ മാത്രം റെക്കോർഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഫിനാൻഷ്യൽ ക്യാരക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനെയും രേഖപ്പെടുത്തുക, അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. അപ്പം നിങ്ങളൊരു കമ്പനിയുടെ അക്കൗണ്ടൻ്റായി എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരുപാട് ഇടപാടുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രവർത്തനങ്ങളും സാമ്പത്തികമായിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഫിനാൻഷ്യൽ ക്യാരക്ടർ, സാമ്പത്തികമായിട്ട് അതുമായിട്ട് പൈസയുമായിട്ടുള്ള ബന്ധമുള്ള ഇടപാടുകളെ മാത്രം തിരിച്ചറിയുക, അതിനെ രേഖപ്പെടുത്തുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്, റെക്കോർഡിങ്. രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് ക്ലാസിഫയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരം തിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സെയിം നേച്ചറിലുള്ള ട്രാൻസാക്ഷനെ ഒന്നാക്കി മാറ്റുക, തരം തിരിച്ച് വെക്കുക. ഇപ്പം ഉദാഹരണത്തിന് ഒരു ദിവസം തന്നെ രാവിലെ, ഇപ്പം നിങ്ങളൊരു കടയിൽ അക്കൗണ്ടൻ്റാണെന്ന് വീണ്ടും വിചാരിക്കുക,
ഒരു ദിവസം രാവിലെ കട 9 മണിക്ക് തുറന്ന് രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു സൂപ്പർ മാർക്കറ്റ് നമുക്ക് വീണ്ടും ഉദാഹരണത്തിനായിട്ട് എടുക്കാം. സൂപ്പർ മാർക്കറ്റ് രാവിലെ 9 മണിക്ക് തുറന്നു, രാത്രി 9 മണി വരെ കടയുണ്ടെന്ന് വിചാരിക്കുക. ഈ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ അവിടെ നടക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇടപാടുകൾ നടക്കുന്നതിനകത്ത് സമാന സ്വഭാവമുള്ളതിനെ എല്ലാത്തിനും ഒരു ഹെഡിൻ്റെ താഴെ കൊണ്ടുവരിക. ഇപ്പോൾ വിചാരിക്കുക ഒരു 100 സെയിൽസ് നടന്നു എന്ന് വിചാരിക്കുക. രാവിലെ 9 തൊട്ട് രാത്രി 9 വരെ 100 സെയിൽസ് നടന്നു. ചിലപ്പോൾ പേനയായിരിക്കാൻ പറ്റത്, ചിലപ്പോൾ അരിയായിരിക്കാൻ പറ്റത്, ചിലപ്പം ഈ പറഞ്ഞേക്കുന്ന ബേക്കറി പ്രോഡക്റ്റ്സ് ആയിരിക്കാൻ പറ്റത്, പേപ്പറായിരിക്കാൻ പറ്റത്, ബെഡുകളായിരിക്കാൻ പറ്റത്, എന്തും ആയിക്കോട്ടെ. ഒരു 100 സെയിൽസ് നടന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സെയിൽസിനെ എല്ലാത്തിനോടെ സെയിൽസ് എന്ന് പറഞ്ഞ് ഒരു ഹെഡിൻ്റെ താഴെ രേഖപ്പെടുത്തുക. രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ. നമ്മൾ ചുമ്മാ 100 രൂപയുടെ സെയിൽസ് നടന്നു എന്ന് രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ. അതൊരു പ്രത്യേക ഹെഡിൻ്റെ കീഴിൽ സെയിൽസിൻ്റെ ഹെഡിൻ്റെ താഴെ കൊണ്ടുവരിക. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കടയിലോട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കണം. ഈ നമ്മുടെ കടയിൽ നിന്ന് വിറ്റ് പോകുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കടയിലോട്ട് സ്റ്റോക്കുകൾ പിന്നെയും വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 100 പറഞ്ഞ പോലെ കുറേ പേന നമ്മൾ വീണ്ടും വാങ്ങി വെച്ചു, ബെഡ് നമ്മൾ കൂടുതൽ വാങ്ങിച്ചു വെച്ചു, ബേക്കറി പ്രോഡക്റ്റ്സ് നമ്മൾ കൂടുതൽ വാങ്ങിച്ചു വെച്ചു, ഈ പാത്രങ്ങൾ നമ്മൾ കൂടുതൽ വാങ്ങിച്ചു വെച്ചു, അരിപ്പൊടി കൂട്ടി സാധനങ്ങളെല്ലാം നമ്മൾ വീണ്ടും വാങ്ങിച്ചു വെച്ചു. അപ്പോൾ അത്തരം ഐറ്റങ്ങളെല്ലാം പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഹെഡിൻ്റെ കീഴിൽ കൊണ്ടുവരിക. ഇപ്പോൾ 2 ഞാൻ പറഞ്ഞു. സെയിൽസ് എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ടാക്കുക, പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ടാക്കുക. അതിൻ്റെ സെയിൽസിൻ്റെ താഴെ ആ ദിവസം നടന്ന എല്ലാ സെയിൽസും രേഖപ്പെടുത്തുക. പർച്ചേസിൻ്റെ താഴെ ആ ദിവസം നടന്ന എല്ലാ പർച്ചേസും രേഖപ്പെടുത്തുക. ഇനി ചിലർ പൈസ തരാണ്ട് തന്നെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുമായിരിക്കും. കടം പറയും, പിന്നെ തരാമെന്ന് പറയും. അപ്പോൾ അതിനെ വേറൊരു ഹെഡിൻ്റെ താഴെ കൊണ്ടുവരിക. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ് വേറൊരു ഹെഡിൻ്റെ, അതെല്ലാം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്താ ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിനായിട്ട് സെയിം നേച്ചറിലുള്ള ട്രാൻസാക്ഷനെ ഒരു ഹെഡിൻ്റെ താഴെ കൊണ്ടുവരിക. സെയിൽസ്, വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും വിൽപ്പന എന്ന് പറഞ്ഞ സെയിൽസിൻ്റെ താഴെ കൊണ്ടുവരിക. പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും പർച്ചേസിൻ്റെ താഴെ കൊണ്ടുവരിക. കടം കൊടുത്ത എല്ലാ കാര്യങ്ങളും ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ കൊണ്ടുവരിക. ശമ്പളം കൊടുത്തതെല്ലാം സാലറി എന്ന് പറഞ്ഞൊരു ഹെഡിൻ്റെ താഴെ കൊണ്ടുവരിക. വാടക കൊടുത്തതെല്ലാം വാടക എന്ന് പറഞ്ഞൊരു ഹെഡിൻ്റെ താഴെ കൊണ്ടുവരിക. അങ്ങനെ എല്ലാ ഇടപാടുകളെയും നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം, തരംതിരിക്കണം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം ഒരുപാട് ഇടപാടുകൾ നടക്കുന്നുണ്ട്. ആ ഒരുപാട് സാമ്പത്തിക ഇടപാടുകളുടെ ഇടയ്ക്ക് നിന്ന് സെയിം നേച്ചറിലുള്ള ഇടപാടുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക, തരംതിരിക്കുക. അതിനെ നമ്മൾ തരംതിരിച്ച് മറ്റൊരു ഹെഡിൻ്റെ, അതിൻ്റെ ആ ഒരു ഇപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞൊരു ഹെഡിൻ്റെ താഴോട്ട് കൊണ്ടുവരിക, പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഹെഡിൻ്റെ താഴെ കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുക. അതിനെയാണ് ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. തരംതിരിക്കുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മുഴുവനോടെ കൂട്ടുക, ടോട്ടൽ ചെയ്യുക. സെയിൽസ് മുഴുവനോടെ ഒരു മാസം നടന്നോ അല്ലെങ്കിൽ 6 മാസം നടന്നോ 1 വർഷം നടന്നോ ആയിട്ടുള്ള സെയിൽസിനെ മുഴുവനോടെ കൂട്ടുക. ആ എമൗണ്ടുകളെല്ലാം ഒന്ന് കൂട്ടിയെടുക്കുക. അതിനെയാണ് ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. റെക്കോർഡ് ചെയ്യണം. ആദ്യം നമ്മൾ എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും നമ്മൾ റെക്കോർഡ് ചെയ്യണം. പിന്നീട് നമ്മൾ അതിനെ തരംതിരിച്ച് സമ്മറൈസ് ചെയ്യണം, ടോട്ടൽ ചെയ്യണം. തരംതിരിക്കുക, ടോട്ടൽ ചെയ്യുക. 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. അപ്പം റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ആദ്യം സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും കണ്ടുപിടിച്ച് അതിന് രേഖപ്പെടുത്തുക. രണ്ടാമത് അതിനെ തരംതിരിക്കുക, അത് ടോട്ടൽ ചെയ്യുക. 3 കാര്യങ്ങൾ. ഇത്രയും ചെയ്താൽ മാത്രം പോരാ, അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. കമ്പനിയുടെ മാനേജേഴ്സ്, ആ കമ്പനിയുടെ മാനേജർക്ക് അറിയണം ഇവിടെ എന്തൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു, കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകുന്നതെന്ന് അറിയണം. ഗവൺമെൻറ്, അവർക്ക് ടാക്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഇൻഫർമേഷൻ ചോദിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള ആൾക്കാർ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ അന്വേഷിക്കുന്നവരുണ്ട്. അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതിനെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷനെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തക്ക രീതിയിൽ, മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അതിനെ മാറ്റുക എന്നുള്ളതാണ് ഇൻ്റർപ്രറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ മീനിങ് ഓഫ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത്. റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ്. 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ്. ഇനി നമുക്ക് ആ ഡെഫിനേഷൻ ഒന്ന് വായിച്ച് നോക്കാം. അതിനുശേഷം ഈ ഒരു ഡെഫിനേഷൻ എല്ലാവരും ബൈ ഹാർട്ട് പഠിക്കുക.
ഇൻ 1941 ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അത് നമ്മൾ കൃത്യമായിട്ട് പറയണം ആരാണ് ഇത് ഡിഫൈൻ ചെയ്തതെന്നുള്ള കാര്യം. AICPA അത് ബ്രാക്കറ്റിലിടുക. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഏത് വർഷം? 1941 അവരാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്നുള്ള കാര്യം. അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അക്കൗണ്ടിങ് ആസ് ദ ആർട്ട്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. അപ്പം നമ്മൾ ഈ കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡാൻസ്, പാട്ട് ഇതെല്ലാം ഒരു കലയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കലയാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്തിൻ്റെ കലയാണെന്ന് നോക്കാം. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളെയും തിരിച്ചറിയുകയും അതിനെ രേഖപ്പെടുത്തുകയും ചെയ്യുക ഒന്നാമത്. ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തരംതിരിക്കുകയും ടോട്ടൽ ചെയ്യുകയും ചെയ്യുക. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളെയും കണ്ടുപിടിക്കുക. പർച്ചേസ് എന്ന് പറയുന്ന പർച്ചേസിൻ്റെ ഹെഡിൻ്റെ താഴെ എഴുതുക. സെയിൽസ് എന്ന് പറയുന്ന സെയിൽസിൻ്റെ ഹെഡിൻ്റെ താഴെ എഴുതുക. വാടക കൊടുത്തതല്ല റെൻറ്റ് എന്ന് പറഞ്ഞ ഹെഡിൻ്റെ താഴെ എഴുതുക. ഈ പറഞ്ഞേക്കുന്ന സാലറി കൊടുത്തതെല്ലാം സാലറി എന്ന് പറഞ്ഞ ഹെഡിൻ്റെ താഴെ എഴുതുക. അതിനെ എല്ലാത്തിനോടെ ടോട്ടൽ ചെയ്യുക. അതിനെയാണ് ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കലയാണ്. ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് പറഞ്ഞാൽ മീനിങ് ഫുള്ളായിട്ടുള്ള രീതിയിൽ, അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ. ചുമ്മാ കൊണ്ട് അവിടെ ഇവിടെ കൊണ്ട് എഴുതി വെച്ചാൽ പോരാ, അതൊരു മീനിങ് ഫുള്ളായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ രേഖപ്പെടുത്തണം. ഈ പറഞ്ഞേക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും മീനിങ് ഫുള്ളായിട്ടുള്ള രീതിയിൽ, അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ അതിനെ രേഖപ്പെടുത്തുക. ഇൻ ടേംസ് ഓഫ് മണി. എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഇൻ ടേംസ് ഓഫ് മണി, പൈസയുമായിട്ട് ബന്ധപ്പെടുത്തി വേണം അത് എഴുതാൻ. 1000 രൂപയുടെ സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ സെയിൽസ് 1000 രൂപ എന്ന് തന്നെ എഴുതുക. ഇൻ ടേംസ് ഓഫ് മണി, പൈസയുമായിട്ടുള്ള ഇടപാടുകളാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മൾ എന്തും എഴുതിയിരിക്കണം, പൈസ എത്ര രൂപയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. അതിനാണ് ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറയുന്നത്. അപ്പം എല്ലാ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. അത് എന്താണ്? ഇൻ ടേംസ് ഓഫ് മണി, പൈസയുമായിട്ട് ബന്ധപ്പെടുത്തി വേണം അതിനെ എഴുതാനായിട്ട്. ഇനി അടുത്തത് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്. ആ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കടയിൽ അല്ലെങ്കിൽ ഒരു വ്യാവസായിക സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും എല്ലാ സംഭവങ്ങളും വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞു ഏത് രീതിയിലുള്ള ഇടപാടുകൾ മാത്രമേ നമ്മൾ രേഖപ്പെടുത്താവുള്ളൂ? ഫിനാൻഷ്യൽ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ മാത്രം. ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 രൂപയെങ്കിലും അതിനകത്തൊരു വർത്തായിട്ടുള്ള ഇടപാടുകളെ മാത്രമാണ് നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്താവുള്ളൂ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ എ പാർട്ട് അറ്റ്ലീസ്റ്റ്, ഏറ്റവും കുറഞ്ഞ എന്താണ്? ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ അതിൻ്റെ അകത്ത് വരണം. 1 രൂപയെങ്കിലും അതിൻ്റെ അല്ലെങ്കിൽ 1 പൈസയെങ്കിലും അതിൻ്റെ അകത്ത് വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ ഇവൻറ്റിനെ പരിഗണിക്കാവുള്ളൂ. ഇല്ലേ അതിനെ വിട്ടുകളയുക. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടന്നു. അത് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഒരു പൈസയെങ്കിലും അതിൻ്റെ അകത്ത് റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെയുള്ള ട്രാൻസാക്ഷനെ മാത്രമാണ് നമ്മൾ പരിഗണിക്കാവുള്ളൂ. ആൻഡ് അത് മാത്രം ചെയ്താൽ പോരാ, ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അത് മാത്രമല്ല അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ആ റിസൾട്ടിനെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ഈ പറഞ്ഞേക്കുന്ന ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവണം. ഇന്ന കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്, ഇന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അവർക്ക് തന്നെത്താൻ മനസ്സിലാവണം. അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജേഴ്സ് അതെടുത്ത് നോക്കി അവർക്കത് മനസ്സിലാവണം, ഇന്ന കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവണം. അതിനെയാണ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ് എന്ന് പറയുന്നത്. ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്, ആ റിസൾട്ട് അതിനാൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതായിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്ന ആൾക്കാർക്ക് കമ്പനിയുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ യൂസർ എന്ന് പറഞ്ഞാൽ കമ്പനിക്കകത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ഈ പറഞ്ഞേക്കുന്ന മാനേജേഴ്സ്, കമ്പനിയുടെ പാർട്ട്നേഴ്സ്, ഇവരെല്ലാം കമ്പനിക്കകത്തുള്ള ആൾക്കാരാണ്. അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. ഇനി കമ്പനിക്ക് പുറത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കമ്പനിക്ക് ലോൺ കൊടുത്ത ബാങ്ക്, അവർക്കറിയണം കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണെന്ന്. കാരണം അവരുടെ ലോണിൻ്റെ പൈസ തിരിച്ചു കിട്ടുമെന്ന് അവർക്കറിയണം. അതുപോലെ ഇൻകം ടാക്സ് അതോറിറ്റി, അവർക്ക് കമ്പനി എത്ര ലാഭം ഉണ്ടാക്കിയെന്നറിയണം. അതിൻ്റെ ടാക്സാണ് അവർക്ക് വാങ്ങേണ്ടത്. അപ്പം കമ്പനിക്ക് അകത്തും പുറത്തുമുള്ള ആൾക്കാർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മുടെ എന്തിനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ കമ്പനിയുടെ അകത്തും പുറത്തുമുള്ള ആൾക്കാർക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് കഴിയണം. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ആ കലയ്ക്കകത്ത് എന്തൊക്കെ വരുന്നുണ്ട്?
ആർട്ട് ഓഫ് റെക്കോർഡിംഗ് രേഖപ്പെടുത്തൽ വരുന്നുണ്ട്. ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് തരംതിരിക്കൽ, ആ ഇടപാടുകളെല്ലാം തരംതിരിക്കുന്നുണ്ട്, അതിനെയെല്ലാം സമ്മറൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചെയ്യുന്നുണ്ട്. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് പറഞ്ഞാൽ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ, വളരെ അർത്ഥവത്തായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ആ എല്ലാ ഇടപാടിൻ്റെ സൈഡിൽ എന്ത് കാണും, എത്ര രൂപയുടെ ഇടപാടാണ് നടന്നതെന്നുള്ള കാര്യം അവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് മണി, പൈസയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മളതിനെ രേഖപ്പെടുത്തുന്നത്. അടുത്തത് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ബുക്കിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും എല്ലാ ഇവൻറ്റ്സും അറ്റ്ലീസ്റ്റ് ഒരു പൈസയെങ്കിലും വർത്തായിട്ടുള്ള ഒരു ഇടപാടുകളെയാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നത്. ഇനി ഈ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്, ആ റിസൾട്ട് അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനാണ് നമ്മളതിനെ തയ്യാറാക്കേണ്ടത്. ഇത്രയാണ് മീനിങ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഡെഫിനേഷനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ തന്നേക്കുന്ന ഈ ഒരു പോർഷൻ അത് മാത്രം കാണപ്പണം പഠിക്കുക. ഇൻ 1941 തൊട്ട് റിസൾട്ട് ദെയർ ഓഫ് വരെ ഒരു വള്ളിപുള്ളി വിടാതെ, ഒരു കോമയുണ്ടെങ്കിൽ അതുപോലും വിട്ട് കളയാത്ത രീതിയിൽ കാണപ്പണം പഠിക്കുക. കാരണം ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് പറഞ്ഞാണ്. അവർ പറഞ്ഞ കാര്യം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നതിൻ്റെ അകത്ത്. അപ്പോൾ അവരതെങ്ങനെ പറഞ്ഞോ അതുപോലെ തന്നെ വേണം നമ്മൾ പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാനായിട്ട്. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക ഡിഫൈൻ അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്യാൻ പറയുമ്പം ഇൻ 1941 തൊട്ട് ദ റിസൾട്ട് ദെയർ ഓഫ് എന്ന് വരെ നിങ്ങളിത് പറഞ്ഞിരിക്കണം, എഴുതിയിരിക്കണം. അപ്പോൾ അത് ആ രീതിയിൽ പഠിക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞു. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. റെക്കോർഡിങ് വരുന്നുണ്ട്, ക്ലാസിഫിക്കിങ് വരുന്നുണ്ട്, സമ്മറൈസിങ് വരുന്നുണ്ട്, ഇൻ്റർപ്രറ്റിങ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് മണി, പൈസയായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, ഏറ്റവും കുറഞ്ഞത് ഒരു പൈസയെങ്കിലും ഇതിനകത്ത് വന്നിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക.